ഗ്രൂപ്പ് ഡിയുടെ പ്രൊമോഷൻ സാധ്യത എന്താണ്? ജീവിതകാലം മുഴുവൻ ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുമോ? അങ്ങനെ ആശങ്കയുള്ള നിങ്ങൾക്കായിട്ട് ആ ഗ്രൂപ്പ് ഡിയുടെ പ്രൊമോഷൻ സാധ്യതയെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും സൂപ്പർ ഹോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അതായത് RRB ഗ്രൂപ്പ് ഡിയുടെ നോട്ടീസ് RRB പുറത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ വീഡിയോ അമൽ സാർ ചെയ്തു, നിങ്ങൾ എല്ലാവരും കണ്ടവരാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് RRB ഗ്രൂപ്പ് ഡിയിൽ നിന്ന് എങ്ങോട്ടാണ് പ്രൊമോഷൻ കിട്ടുക, അത് ഏത് പോസ്റ്റിലേക്കാണ് പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്, എന്താണ് RRB ഗ്രൂപ്പ് ഡി പോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ നിന്ന് എങ്ങോട്ടാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. നോക്കിക്കടാ, ഇതാണ് RRB ഗ്രൂപ്പ് ഡിയുടെ വേണ്ടി നമ്മുടെ മിനിസ്ട്രി പുറത്തിറക്കിയിട്ടുള്ള ഒരു നോട്ടീസ്. 8/2024 എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറിലാണ് വരിക. 23/1/2025 നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാനായിട്ട് കഴിയും. 22/2/2025 വരെയാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ഒരു മാസം നമുക്ക് സമയമുണ്ട്. 18,000 രൂപ ഇനീഷ്യൽ പേ വരുന്ന പോസ്റ്റ് ആണ് ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകൾ. 18 മുതൽ 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അതൊരു അഡ്വാൻറ്റേജ് ആണ് അല്ലേ? പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ കുറച്ചുകൂടി ആളുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. 32,000-ഓളം വേക്കൻസി ഇപ്പോൾ പറയുന്നുണ്ട്. എന്നാൽ അത് കൂടാനാണ് സാധ്യതയുള്ളത്. ഇനിയും എന്ത് ചെയ്തേക്കാം, ഈ വേക്കൻസി ഇൻക്രീസ് ഉണ്ടായേക്കാം. ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നോക്കിക്കടാ, ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് RRB ഗ്രൂപ്പ് ഡി ലെവൽ 1 എക്സാമിനേഷൻ നടക്കുന്നത്? ഏകദേശം 14ഓളം പോസ്റ്റുകളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. പോയിന്റ്സ്മാൻ വരുന്നുണ്ട്, ട്രാഫിക്കിൽ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, ബ്രിഡ്ജ്, ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 വരുന്നുണ്ട്. അതേപോലെ അസിസ്റ്റന്റ് PV, C&W മെക്കാനിക്കൽ, 3RD ഇലക്ട്രിക്കൽ, S&T ലോക്കോ ഷെഡ്, അങ്ങനെ 14ഓളം പോസ്റ്റുകളിലേക്കാണ് RRB വിളിക്കുന്നത്. 32,438 വേക്കൻസികളാണ് നിലവിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അതായത് ഇത് കൂടാനാണ് സാധ്യതയുള്ളത്. കാരണം നമ്മുടെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആയിക്കോട്ടെ, ALP ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആയിക്കോട്ടെ, അതിന്റെ എല്ലാ വേക്കൻസി കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും NTPC ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വേക്കൻസി കൂടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ഈ വേക്കൻസികളിലേക്ക് വരുന്ന ഒരാൾക്ക് എങ്ങോട്ടാണ് എന്ത് ചെയ്യാൻ കഴിയുക, പ്രൊമോഷൻ കിട്ടാനായിട്ട് സാധ്യതയുള്ളത്? അതോ ജീവിതകാലം മുഴുവനും ഈ ഒരു വേക്കൻസിയിൽ തന്നെ ജോലി ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, മെക്കാനിക്കലിൽ അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ്, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ, അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ, ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, ഇതിലേക്കൊക്കെയാണ് ജോലി കിട്ടാൻ സാധ്യതയുള്ളത്. അതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊമോഷൻ, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് ആണെങ്കിൽ നമുക്ക് സൂപ്പറിണ്ടന്റ് വരെ പ്രൊമോട്ട് ആവാൻ സാധ്യതയുണ്ട്. അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ ആണെങ്കിൽ സെക്ഷൻ ഓഫീസർ വരെ പ്രൊമോട്ട് ആവാം. അസിസ്റ്റന്റ് കാരേജ് ആൻഡ് വേഗൻ സൂപ്പറിണ്ടന്റ് വരെ പ്രൊമോഷൻ ലഭിക്കാം. ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4 ആണെങ്കിലോ സെക്ഷൻ ഓഫീസർ വരെ പ്രൊമോട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഗ്രൂപ്പ് ഡി ലെവൽ 1ലേക്ക് വന്നാൽ ഗ്രൂപ്പ് സിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും, പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതായത് വെറുതെ എന്ത് ചെയ്യുകയല്ല, നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് പഠിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്യേണ്ടി വരികയല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രൊമോഷൻ ഉണ്ടാവും. അവിടെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യം, നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ച് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് പ്രൊമോഷൻ അപ്ലൈ ചെയ്യാം. അതിനൊരു ഡിപ്പാർട്ട്മെന്റൽ എക്സാം ഉണ്ടാകും. ആ ഡിപ്പാർട്ട്മെന്റൽ എക്സാം പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക്, തൊട്ടടുത്ത പോസ്റ്റിലേക്ക് പ്രൊമോട്ട് ആവാനായിട്ട് കഴിയും. ഇനി ഒരു തവണ പരീക്ഷ തോറ്റുപോയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാൻ കഴിയും, ആ പരീക്ഷ അപ്പിയർ ചെയ്യാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി എഞ്ചിനീയറിംഗിലാണ് വരുന്നതെങ്കിലോ അസിസ്റ്റന്റ് ബ്രിഡ്ജ് സെക്ഷൻ ഓഫീസർ, സെക്ഷൻ എഞ്ചിനീയർ വരെ പ്രൊമോട്ട് ആവാം. അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് സെക്ഷൻ എഞ്ചിനീയർ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് വർക്ക്സ് ആയിക്കോട്ടെ, വർക്ക്ഷോപ്പിലേക്ക് ആയിക്കോട്ടെ, അവിടെ എല്ലാം നിങ്ങൾക്ക് ആ സെക്ഷൻ എഞ്ചിനീയർ വരെ എന്ത് ചെയ്യാൻ കഴിയും, പ്രൊമോട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇലക്ട്രിക്കൽ ആണെങ്കിൽ അവിടെ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് സെക്ഷൻ എഞ്ചിനീയർ ആവാം. വർക്ക്ഷോപ്പ് ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല. ട്രെയിൻ ലൈറ്റ്സ് ആൻഡ് AC ആണെങ്കിൽ അവിടെ സെക്ഷൻ എഞ്ചിനീയർ ആവാനായിട്ട് കഴിയും. അസിസ്റ്റന്റ് ട്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സെക്ഷൻ എഞ്ചിനീയർ ആവാം. അസിസ്റ്റന്റ് ഡീപോർട്ട് ആണെങ്കിലോ സ്റ്റോഴ്സിൽ ഡീപോർട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് ഗ്രേഡ് 1 വരെ എന്ത് ചെയ്യാൻ കഴിയും, പ്രൊമോട്ട് ചെയ്യാനായിട്ട് കഴിയും. അവിടെ അസിസ്റ്റന്റ് സിഗ്നൽ ആൻഡ് ടെലികോം ആണെങ്കിൽ സെക്ഷൻ എഞ്ചിനീയർ ആവാം. അസിസ്റ്റന്റ് പോയിന്റ്സ്മാൻ ആണെങ്കിൽ അവിടെ സൂപ്രണ്ടന്റ് ആവാം. ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് ആണെങ്കിൽ അവിടെയും സൂപ്രണ്ടന്റ് വരെ എന്ത് ചെയ്യാനായിട്ട് കഴിയും, പ്രൊമോട്ട് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുൻപിലുണ്ട്, നല്ലൊരു വേക്കൻസി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, നല്ലൊരു പോസ്റ്റിലേക്ക്, നല്ലൊരു പ്രൊമോഷൻ ഒക്കെ ലഭിച്ച് നല്ലൊരു ജീവിത സാഹചര്യത്തിലേക്ക് മാറാൻ ഗ്രൂപ്പ്
ഗ്രൂപ്പ് ഡി എക്സാമിനേഷൻ നിങ്ങളെ സഹായിക്കും. SSLCയുടെ കൂട്ടത്തിൽ SSLC പ്ലസ് ITI ഉള്ള പോസ്റ്റുകളാണ് കൂടുതലായിട്ട് വരിക. SSLC തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്ന പോസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. ഇതിന് വേണ്ടിയിട്ട് സൂപ്പർ നോട്ട്സ് എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഒരു അടിപൊളി ബാച്ച് RRB ഗ്രൂപ്പ് ഡി ലെവൽ 1 പോസ്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു അടിപൊളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ജനുവരി മാസം ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് 10% എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഈ ബാച്ചുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പൊ ഈ അവസരം വളരെ കുറച്ച് ദിവസങ്ങളിലൂടെ കാണുകയുള്ളൂ. അപ്പൊ ഈ അവസരം കൃത്യമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. നിങ്ങൾ ആദ്യമുള്ള ഫീസിന്റെ 10% ഓൾറെഡി നിങ്ങൾക്ക് അവിടെ ഡിസ്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ ഒരു 10% എക്സ്ട്രാ ഡിസ്കൗണ്ടോടുകൂടി ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടൊരു സുവർണ്ണ അവസരമുണ്ട്. നമ്മുടെ ന്യൂ ഇയർ ഓഫറുമായിട്ട് ബന്ധപ്പെട്ട് അടിപൊളി ബാച്ച് ആയിരിക്കും. ഈ ബാച്ചിൽ 200+ അവേഴ്സിന്റെ റെക്കോർഡഡ് ലൈവ് സെഷനുകൾ ഉണ്ടാവും. ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാവും, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും, ലൈവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഡിസ്കഷനുകൾ ഉണ്ടാവും. നിങ്ങൾ കുറെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കഴിയണം. അപ്പൊ അതിന് ഉതകുന്ന സാഹചര്യങ്ങളുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, PYQകളുണ്ട്. ദെൻ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽ അല്ലെ PDF സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാൻ കഴിയുന്ന പാകത്തിന് ലഭ്യമാകുന്നുണ്ട്. ഒരു മെന്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും. മോട്ടിവേഷൻ സെഷനുകൾ, അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷൻ സെക്ഷനുകൾ ഉണ്ടാവും. കറണ്ട് അഫയേഴ്സ് കൃത്യമായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അടിപൊളി ബാച്ച് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ബാച്ചിലേക്ക് ഇപ്പോൾ ഈ എക്സ്ട്രാ 10% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തേക്കാം? കോൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എക്സാമിനേഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത് മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പൊ ആ ഒരു സമയത്തേക്ക് നിങ്ങൾ നന്നായിട്ട് വെൽ പ്രിപ്പയർഡ് ആയിട്ട് മാറാൻ ഉതകുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് അവിടെ ലഭ്യമാകുന്നതാണ്. അപ്പൊ എത്രയും വേഗം നമ്മുടെ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പം ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെഷനിൽ കാണുന്നതുവരേക്കും താങ്ക് യു.